ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 8ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഒരുക്കി ജീവിത വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഈ ദിനത്തിൽ, ഈ നാളുകളിൽ ഈശോ നമുക്ക് മുമ്പിലേക്ക് വചനത്തിലൂടെ വളരെ വലിയൊരു സന്ദേശം നൽകിയ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവ് ഇങ്ങനെ പറയുകയാണ്: നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾക്ക് ശുഭം ഭവിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ദൈവമായ കർത്താവ് മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളുടെ സാരാംശം ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ആ പരസ്നേഹം നമ്മൾ ദൈവം സ്നേഹമാകുന്നു എന്ന ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ കൽപ്പനയിൽ എത്തിച്ച് നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കുക. ഈ സ്നേഹത്തിനെതിരായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനെതിരായി, ദൈവകൽപ്പനകൾക്കെതിരായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ദൈവകൽപ്പന പാലിക്കുന്നവർക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നവർക്ക്, സഹോദര സ്നേഹത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ നന്മയുണ്ടാവുക, വിശുദ്ധി ഉണ്ടാവുക, ദൈവത്തോട് നിത്യകാലം ചേർന്നിരിക്കാൻ സാധിക്കുക എന്ന് വചനത്തിലൂടെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചാൽ, ദൈവ സ്നേഹത്തിൽ ആയിരുന്നെങ്കിൽ മാത്രമേ, ദൈവമായ കർത്താവ് നൽകിയ കൽപ്പനകൾ പാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ തമ്പുരാൻ ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. കർത്താവിന്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് നൽകിയ എല്ലാ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏറ്റവും അഭിവൃദ്ധി പ്രാപിക്കും, ഉന്നതമായ നിലയിലെത്തും എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാം തിരുവചനത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ വാക്കനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിൽ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കുവിൻ. കർത്താവിനെ അനുസരിക്കണം. കർത്താവ് നൽകിയിരിക്കുന്ന വാക്കുകൾ അനുസരിക്കുകയും അവിടുന്ന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുകയും അവിടുന്ന് പറയുന്ന മാർഗത്തിലൂടെ നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുകയുള്ളൂ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുക: നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിന്റെ വചനങ്ങൾ, കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വഴിയെ ജീവിക്കുന്നവരായി നമുക്ക് മാറാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.